എടാ തന്തയ്ക്ക് എനിക്കത്ത നീയോ അച്ഛൻ. ഓ അപ്പൊ ഇത് തന്റെ സന്തതിയാണല്ലേ? ചുമ്മാ അല്ല പിടിച്ചു പോയത്. ആമ്പിള്ളേരായാൽ ഈ പ്രായത്തിൽ കുറച്ച് കുസൃത്തരങ്ങളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളെയാണ് നിലയ്ക്ക് നിർത്തേണ്ടത്. അനാവശ്യം പറയരുത്. സത്യം പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ വയസ്സുകാലത്ത് മേനോൻ അദ്ദേഹം ചെയ്ത അത്രയും കുസൃത്തരം എന്റെ മോന്റെ മക്കളില്ല. ചെറുക്ക സത്യം പറയണം. ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞോ? അയ്യോ ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മേനോൻ അദ്ദേഹത്തിന്റെ മകൾ രേവതി ഞാനും തമ്മിൽ സ്നേഹമാണെന്നാ. എന്റെ മകള് രേവതി? അതേത് മകള്? എന്റെ കടയിൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ മകൾ രേവതി. സത്യം പറ മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾക്ക് എത്ര ഭാര്യ മക്കളുണ്ട്? എടോ എനിക്കൊന്നും അറിയില്ല. അത് കൊള്ളാം. സ്വന്തം മകളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? ഞാൻ അവളെ ദിവസവും ഇവിടെ കൊണ്ട് വിടാറുള്ളതല്ലേ. വെറുതെ കള്ളം പറയാതെ അമ്മാവ. അമ്മാവനോ? ഏത് വകുപ്പില്? ആ പെണ്ണിപ്പോ നിന്റെ കടയിലുണ്ടോ? ഉണ്ട്. വിളിപ്പിക്കേ. വരട്ടെ. വിളിക്കേ. വിളിക്ക. ഇതാ, ഇത് നിങ്ങളുടെ മകളല്ലെന്ന് പറയാം. ആഹാ, എന്റെ ഉദ്ദേശത്തിൽ അല്പം തെറ്റുപറ്റിയെന്നേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിരുന്നു അല്ലേ? കുട്ടി, ഞാൻ കുട്ടിയുടെ തന്തയാണെന്ന് കുട്ടി അവകാശപ്പെടുന്നുണ്ടോ? ഇല്ല. അയ്യോ, പിന്നെ മകളാണെന്ന് പറഞ്ഞോ? നിങ്ങളെല്ലാരും എന്നോട് ക്ഷമിക്കൂ, എന്നെ ശിക്ഷിക്കൂ, എന്ത് വേണേലും ചെയ്യാം. ഒരു ജോലി അന്വേഷിച്ചലഞ്ഞ് നിവൃത്തിയില്ലാതായപ്പോൾ കിട്ടിയ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നാടകമൊക്കെ കളിച്ചു. മനഃപൂർവ്വമല്ല. ആദ്യം പറഞ്ഞ കള്ളം നിലനിർത്താൻ വേണ്ടി പിന്നെ പല കള്ളങ്ങളും പറയേണ്ടതായും ചെയ്യേണ്ടതായും വന്നു. അതാണ് സത്യം. സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരൂ. കുട്ടി കരയണ്ട. ഞങ്ങൾക്കാർക്കും കുട്ടിയോട് യാതൊരു വിരോധവും ഇല്ല. അപ്പോ നിങ്ങളുടെ മറ്റേ മോനോ? വീണ്ടും തുടങ്ങി. രണ്ടിലൊന്നും അറിയാനാ ഞാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാവൃത്തികെട്ടവനാ. അത് തന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ മകളെവിടെ? അയ്യോ, ശല്യമായല്ലോ. ഇത്ര നാളും എന്റെ മോനെവിടെ ചോദിച്ചു നടന്നു. ഇപ്പൊ അയാളുടെ മോളെവിടെയാണ്? തനിക്കെന്തൊരു അസുഖമുണ്ട്? തന്റെ മകനെ ഞാൻ കണ്ടുപിടിക്കുമെന്നായപ്പോൾ എന്റെ മകളെ താൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് എനിക്കറിയാം. എവിടെ എന്റെ മകൾ? ഞാൻ കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയി സുഖമായി താമസിപ്പിച്ചിട്ടുണ്ട്. എന്താ വേണ്ടേ? തന്റെ കളി ഇന്ന് ഞാൻ നിർത്തും. കളിക്കരുത്, പൊട്ടുന്നത്. പൊട്ടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഒറ്റ എണ്ണം അനങ്ങിപ്പോകരുത്. എന്റെ ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് അതുപോലെ അനുസരിച്ചേക്കണം. ഇല്ലെങ്കിൽ ശവം പോലും ബാക്കി കാണില്ല. നടക്ക്. വേണം, നടക്ക്. അങ്ങോട്ട്